ഊർമിളെ, ഊർമിളെ, ഊർമിളെ വിട്. വിടൂ ഊർമിളെ. ഊർമിളെ, എന്താ ഈ ചെയ്യുന്ന ഊർമിളെ? അവനെ വിടുന്നുണ്ടോ? അയ്യോ, ഊർമിളെ, അവനെ വിടൂ വിട്. ഊർമിളെ. ഊർമിളെ, വിടില്ലടാ. ഏയ്, ഊർമിളെ അല്ല ഞാൻ, ദശരഥ രാമവർമ്മയാടാ. നിന്നെ കൊല്ലാൻ വന്ന കാലൻ. എന്റെ മരണത്തിനും എന്റെ അനുജത്തിയുടെ മരണത്തിനും കാരണം നിങ്ങളാണെന്ന് സ്വയം എല്ലാരും സമ്മതിച്ചോണം. അല്ലെന്നാണെങ്കിൽ നീ ജീവനോടെ ഉണ്ടാവില്ല. ഊർമിളെ, അല്ല. ദശരഥ രാമവർമ്മ. ഒരിക്കൽ പറഞ്ഞാ മനസ്സിലാവില്ലേ? ദാസേട്ടാ, വേണ്ട ദാസേട്ടാ. അമ്മേ, വല്യച്ഛൻ തന്നെ അമ്മേ. യന്ത്രോഗത്തേക്ക് എടുത്തിട്ടും വല്യച്ഛൻ എന്താ പുറത്തു പോവാത്തെ? എന്നേക്ക് നിങ്ങൾക്ക് എന്നെ തളച്ചിടാന്ന് കരുതിയോടാ? മര്യാദയ്ക്ക് ചെന്ന് എല്ലാവരോടും സത്യം പറയേ, അല്ല എങ്കിൽ നിന്റെ കാന്ത്യം അതിദാരുണമായിരിക്കും. എന്നിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഇനി ആർക്കുമാവില്ല. ചെറിയമ്മേ, വരുൺ, എവിടാ നിങ്ങള്? ഊർമിളെ, ചെറിയമ്മേ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതുവരെ വരുണിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയതല്ലേ, എന്നിട്ടിപ്പോ ഞങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്നോ? എന്താ ചെറിയമ്മ ഈ പറയുന്ന? ഞാൻ എന്തിനാ വരുണിന്റെ കഴുത്ത് ഞെരിക്കുന്ന? നീന്ന് വെച്ചാ നീയല്ല, വല്യച്ഛൻ നിന്നിലേക്ക് കയറിയതാ. എന്ത്? മരിച്ചുപോയ അച്ഛൻ എന്റെ ശരീരത്തിൽ കയറിയെന്നോ? അതെ, കുറച്ചു മുമ്പ് അമ്മയുടെ ശരീരത്തിൽ കയറി, എന്നിട്ട് നമ്മുടെ കർണക്കുറ്റി കടിച്ചു. പിന്നെ നിന്റെ ശരീരത്തിൽ കയറി എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. പിന്നെ യന്ത്രം ഉണ്ടെങ്കിൽ അച്ഛൻ അകത്ത് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്? അങ്ങനെ ഞാനും കരുതിയേ, പക്ഷെ ഇത് പുറത്തെറിഞ്ഞു കളഞ്ഞതും അതിന് പവർ പോയെന്ന് തോന്നുന്നു. എന്നുവെച്ചാ ഇപ്പൊ അച്ഛന്റെ ആത്മാവ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടെന്നാണോ? ഉണ്ടടി ഊർമിളെ, നിങ്ങൾ എങ്ങോട്ട് പോയാലും നിങ്ങളുടെ പുറകെ ഞാനും ഉണ്ടായിരിക്കും. ഇവിടെ എവിടെയോ തന്നെ ഉണ്ട്. ദാസേട്ടനെയും ശാന്തിയെയും കൊന്നു കളഞ്ഞത് നമ്മളാണെന്ന് സമ്മതിച്ചാലല്ലാതെ നമ്മളെ വിടാൻ പോകുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ കൊന്നു കളയും. എന്റെ അമ്മോ, ആത്മാവല്ലേ? ആത്മാവ് പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ അതാരെയും വിടാൻ പോകുന്നില്ല. എന്നാ പറഞ്ഞു കളഞ്ഞാലോ? നമുക്ക് ചെന്ന് പറയാം, നമ്മൾ തന്നെ കൊന്നേന്ന് വീട്ടിലെല്ലാരും വിളിച്ച് പറയാം. പറഞ്ഞോളാ അച്ഛാ, ഞങ്ങളൊന്നും ചെയ്യില്ലേ. വല്യച്ഛ, ഞങ്ങൾ പറഞ്ഞോളാം. വല്യച്ഛ, ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ പറഞ്ഞോളാം. സത്യമായിട്ടും പറഞ്ഞോളാം, പറഞ്ഞോളാം. എന്ത് നടന്ന് ഈ ആഗ്യം കാണിക്കുന്നേ? ആംഗ്യം കാണിക്കുന്നെന്നാ? എനിക്ക് കണ്ണ് കാണില്ല എന്ന് അറിഞ്ഞോണ്ട് ഞാൻ അറിയാതെ നിങ്ങൾക്ക് ഇവിടുന്ന് മുങ്ങാനാ? അത് ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് രക്ഷപ്പെട്ടിട്ട് അച്ഛന്റെ ആത്മാവിന്റെ അടുത്ത് എന്നെ പിടിച്ചു കൊടുക്കാനുള്ള പ്ലാനാ? അങ്ങനെയൊന്നും അല്ല ഊർമിളേ. നമ്മൾ ഉറക്കെ സംസാരിച്ച വല്യച്ഛന്റെ ആത്മാവ് കേക്കില്ലേ? അതിനാ ഞാൻ ആംഗ്യം കാണിച്ച് അടുത്തേക്ക് വരാൻ പറഞ്ഞേ. ഞാനിപ്പോ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ ഊർമിളേ. ഇപ്പൊ ഞാനേ ഒന്ന് പുറത്തു പോയി ആ മന്ത്രവാദി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവര് വീണ്ടും ജപിച്ചു തന്നാ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അല്ലെങ്കിൽ വല്യച്ഛന്റെ ആത്മാവ് നമ്മളെ കൊന്നുകളയും.
ഊർമിളെ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇപ്രാവശ്യം ഒരു 1.5 യന്ത്രം ഉണ്ടാക്കി വല്യച്ഛനെ തളയ്ക്കണം. പിന്നെ ഒരിക്കലും ആത്മാവ് പുറത്തു കിടക്കരുത്. വല്യച്ഛ, ഞങ്ങള് രഹസ്യമൊന്നും പറഞ്ഞല്ല കേട്ടോ. ആരാ ആദ്യം ചെന്ന് വല്യച്ഛനെ കൊന്ന കാര്യം പറയേണ്ടതെന്ന് 3 പേരും കൂടെ ഒന്ന് ആലോചിച്ചതാ. ഞാൻ തന്നെ ചെന്ന് പറയാം. ഇവര് 2 പേരും ഇവിടെ തന്നെ നിൽക്കട്ടെ. അതുവരെ വല്യച്ഛൻ ഇവരെ ഒന്നും ചെയ്യല്ലേ. ഞാൻ തിരിച്ചു വരുന്നവരെ ഇവര് സുരക്ഷിതമായിരിക്കണം. വരുൺ, ഊർമിളെ. ഊർമിളെ അല്ലടാ. എന്താടാ വരുണേ, എന്നെ തനിച്ചാക്കി പോവാണോ? ഞാനെവിടെ പോവാനാ വല്യച്ഛ? പറഞ്ഞില്ലേ, എല്ലാരോടും സത്യം പറയാനായിട്ട് പോവാ. അമ്മേ, വല്യച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാനെന്നാ പോയിട്ട് വരാം. എവിടേക്കാടാ പോന്ന? ഊർമിളെ, ഊർമിളെ, അയ്യോ അവനെ അടിക്കല്ല ഊർമിളെ. ഒന്നും ചെയ്യല്ലേ. അജേട്ടാ, എന്തു പറ്റി? എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അകത്ത് 3 എണ്ണം തമ്മി തല്ലി ചാവാണെന്ന് തോന്നുന്നു. ആരാ ചേട്ടാ? ഇവിടെ 3 പേരില്ലേ, അവര് തന്നെ. ഷോക്ക് അടിച്ചത് മൈൻഡ് പോയെന്ന് തോന്നുന്നു. കേട്ട് നോക്കിക്കേ, നല്ല തല്ലു കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ വേണ്ട ഊർമിളെ. അയ്യോ ഊർമിളെ. ചെറിയമ്മേ, വരുണേ. എടാ വരുണേ, എവിടെ പോയി കിടക്കുക? ചെറിയമ്മേ, ചെറിയമ്മേ. ഊർമിളെ, നീ തന്നെയല്ലേ? ഞാൻ തന്നെയാ. വല്യച്ഛന്റെ ആത്മാവ് പോയല്ലേ, രക്ഷപ്പെട്ടു. വരണേ, എനിക്ക് എന്താടാ പറ്റിയ? എന്റെ ശരീരമെല്ലാം വേദനിക്കുന്നു. പിന്നെ വേദനിക്കില്ലേ? ഞങ്ങള് 2 പേരും എടുത്തിട്ട് നീ അലക്കായിരുന്നില്ലേ ഊർമിളെ? ഞാനോ? നീയല്ല ഊർമിളെ, ദാസേട്ട് നിന്റെ ശരീരത്തിൽ കയറിയത്. ഇവര് തമ്മിൽ തല്ലി ചാവും തോന്നുന്നുണ്ടോ അജേട്ടാ? എടാ വരണേ, വരണേ. അകത്ത് എന്തെടുക്ക എല്ലാരും? അകത്ത് നിന്ന് വല്യച്ഛന്റെ ആത്മാവ് നമ്മളെ കൊല്ലും. പുറത്തിറങ്ങുന്നതാ നല്ലത്. വരണേ, എന്നെ കൂടെ പിടിച്ചോണ്ട് പോടാ. അയ്യോ എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയേ? എന്തിനാ നിങ്ങൾ പേടിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേന്നോ? ശരീരം മൊത്തം നീര് വെച്ചിരിക്കുക. എന്താ ഒന്നും മിണ്ടാത്തെ? എന്തിനാ 3 പേരും കൂടെ വഴക്കൂടിയേ? തമ്മിൽ തല്ലി ചാവാനാണോ പ്ലാൻ? കൂട്ടുകള്ളന്മാർ തമ്മിൽ ഷെയറിന്റെ പേരിൽ തല്ലുകൂടുന്നത് പോലെ ഇവരിങ്ങനെ തമ്മിൽ തല്ലാൻ തുടങ്ങിയെങ്കിൽ എന്തോ വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിലൊരാൾ സത്യം തുറന്നു പറഞ്ഞ മറ്റുള്ളവരെ പിടിക്കപ്പെടുമെന്നുള്ള പേടികൊണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയത്. ചോദിച്ചത് കേട്ടില്ലേ സംഭവം എന്താണെന്ന്? അതിരിക്കട്ടെ, നീ അവരെ തല്ലിയതാണോ അതോ അവര് നിന്നെ തല്ലിയാണോ? കണ്ണു കാണില്ലല്ലോ, നീ എന്ത് തല്ലാനാ? അവര് നിന്നെ തല്ലി ചതച്ചു കാണുമല്ലേ. ഇവിടെ ഇപ്പൊ കണ്ണിന്റെ കാഴ്ചയൊന്നും അല്ല പ്രശ്നം. അകത്ത് കയറി ആരാര് വേണമെങ്കിലും തല്ലും. അത് ആരുടെ അകത്ത് ആരെ ഉള്ളെന്ന് പോലെ ഇരിക്കും. നീ എന്ത് ഭ്രാന്താ വിളിച്ചു പറയുന്ന വല്ല വിവരമുണ്ടോ വരണേ? ആരാരുടെ അകത്തുണ്ടെന്നാ പറയുന്നേ? അകത്തെന്താ നടന്നതെന്ന് നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമൊന്നും ആദ്യം പറ. ഏയ് ഒന്നുമില്ല മോനെ, അവന് തലയ്ക്ക് എന്തോ പറ്റിയതാ. ഒന്നുമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ തമ്മിൽ തല്ലുകൂടിയേ? ഇങ്ങനെ ചോദിച്ചാൽ ഇവര് പറയില്ല. കുറച്ചു നേരം മുമ്പ് ഷോക്ക് അടിപ്പിച്ച പോലെ ജീവൻ അപകടം ഉണ്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവരുടെ ഭണ്ഡാരം മൊത്തം പുറത്തേക്ക് വരുള്ളൂ. എപ്പോഴാ മരണം അടുത്തു വരാന്നറിയാണ്ട് ജീവനും കൈപിടിച്ചോണ്ടാ ജീവിക്കുന്നത്. എന്നിട്ട് അജയന്റെ മനസ്സിൽ ഞങ്ങളെ കൊല്ലണം തന്നെയല്ലേ? അത്ര പെട്ടെന്ന് നീ അങ്ങ് പോവോ? ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിച്ചു തീർക്കണ്ടേ? ഇരുട്ടത്ത് ജീവിച്ചിട്ടും തലയ്ക്കകത്തുള്ള ഇരുൾ ഇതുവരെ മാറിയിട്ടില്ല.
ഇപ്പൊ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് പറ. പ്രശ്നമൊന്നുമില്ല. കുറച്ചു മുമ്പ് ഷോക്ക് അടിച്ചില്ലേ? ആദ്യം ഞാനാ വെള്ളത്തിൽ കാല് വെച്ചേ. അപ്പൊ പുറത്തേക്ക് വരാൻ വേണ്ടി അമ്മയുടെ ഊർമിളയുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് ഷോക്ക് അടിച്ചതോ പോട്ടെ, ഞങ്ങൾ എന്തിനാടാ പിടിച്ചെന്ന് പറഞ്ഞ് രണ്ടുപേരെന്നെ മുറിക്കകത്തിട്ട് തല്ലി. പറഞ്ഞ നാണക്കേടല്ലേന്ന് കൊണ്ടാ മിണ്ടാതിരുന്നേ. ഇതിപ്പോ പറയാതെ നിങ്ങളാരും വിടില്ലാന്ന് വെച്ചാ? എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്, ഞാൻ പിന്നീട് ഒന്ന് പറയാം. വരുണ, ഞാനും വരുന്നുണ്ട്, നിക്ക്. ചെറിയമ്മേ, എന്താ അമ്മ വരണേന്ന് പറഞ്ഞോണ്ട് കാറി കയറിയിരിക്കെ? വരുണേ, അമ്മ, അവിടെ നിന്നോ. ഞാൻ അമ്മയല്ല, വല്യച്ഛനാണ്. നീ ആ കാറ് സ്റ്റാർട്ട് ചെയ്താ നിന്റെ അമ്മയുടെ തല കാണില്ല. ഇല്ല വല്യച്ഛ, ഞാൻ കാറ് തൊടില്ല, എങ്ങോട്ടും പോവുകയില്ല. അമ്മയെ വെറുതെ വിട്ടേക്ക് വല്യച്ഛ, ഞാൻ എങ്ങോട്ടും പോവില്ല, സത്യമായിട്ടും പോവില്ല. എന്റെ കൺമുമ്പിൽ വെച്ച നിങ്ങൾ രണ്ടും കൂടി എന്റെ അനിയത്തിയെ കൊന്നു കളഞ്ഞത്. ഒന്നും ചെയ്യില്ലേടാന്ന് പറഞ്ഞ് കാല് വരെ പിടിച്ചതല്ലേ ഞാൻ. എന്നിട്ട് അവളെ വെറുതെ വിട്ടോ? തെറ്റുപറ്റിപ്പോയി വല്യച്ഛ, അമ്മയൊന്നും ചെയ്യല്ലേ വല്യച്ഛ, അമ്മേനൊന്ന് വെറുതെ വിട്ടേക്ക്. തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ട് തീരോടാ. നീ ആ തെറ്റ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് സമ്മതിക്കണം. അതുവരെ ഈ വീട്ടിൽ നിന്ന് നിങ്ങളാരും ഈ ഗേറ്റ് കടന്ന് പുറത്തു പോകാൻ പാടില്ല. ഇല്ല ഇല്ല ഇല്ല. ചെറിയമ്മേ, എന്താ ചെറിയമ്മേ കാണിക്കുന്നേ? എന്തിനാ കഴുത്തി കത്തി വെച്ചിരിക്കുന്നേ? ചെയ്ത തെറ്റുകൾ എന്താന്ന് മനസ്സിലായി കാണും, അതുകൊണ്ടല്ലേ ചെറിയമ്മേ? നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ചെറിയമ്മേ, ആദ്യം ആ കത്തി ഒന്ന് താഴെയിട്. ഇടില്ല. ഞാൻ കത്തി താഴെയിട്ട വരുൺ ഇവിടുന്ന് പോയി കളയും. വരുൺ, നീ ഇവിടുന്ന് പോയാ ഞാൻ എന്റെ കഴുത്തറക്കും. അമ്മ, അവൻ പുറത്തു പോയെന്ന് കരുതി ചെറിയമ്മ എന്തിനാ കഴുത്തറക്കുന്നേ? അവൻ പോയാലും ഇങ്ങ് തിരിച്ചു വരില്ലേ? ഇനി ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. കുറച്ചു മുമ്പ് ഇവര് രണ്ടുപേരും കൂടെ എന്നെ തല്ലിയില്ലേ? ഞാൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാന്ന് കരുതി, ഇനി തിരിച്ചു വരില്ലാന്ന് കരുതി അമ്മ പേടിക്കുന്നതാ അല്ലേ അമ്മേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നോക്ക്, ദേ അകത്തേക്ക് പോവാ. അമ്മയെ കത്തിയെടുത്ത് മാറ്റ് പ്ലീസ് അമ്മേ, കത്തി മാറ്റമ്മേ. ഞാൻ അകത്തേക്ക് പോയിക്കോളാം, ഇപ്പൊ തന്നെ പോവാ. അമ്മേ, ഞാൻ അകത്ത് കയറി അമ്മേ. എന്റെ കയ്യിലെങ്ങനെ കത്തി വന്നേ? ദാസേട്ടൻ എന്റെ ശരീരത്തിൽ കേറിയതായിരിക്കും. വരുൺ എങ്ങോട്ട് പോയി? ചെറിയമ്മേ, എന്തൊക്കെ ഈ കാണിക്കുന്നേ? അമ്മയും മോനും തമ്മിൽ ഇങ്ങനെ വഴക്ക് തുടങ്ങിയാൽ എങ്ങനെയാ? അതും ഇതുപോലെ കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഗുരുക്കള് പറഞ്ഞില്ലായിരുന്നു ദേവേട്ടാ, പാപം ചെയ്യുന്നവരെ ഈ പ്രകൃതി പോലും വെറുതെ വിടില്ലാന്ന്. വേണ്ടാത്തത് എന്തെങ്കിലും അവരാലോചിച്ചു കൂട്ടിക്കാണും. അതിനെതിരെ ഏതോ ഒരു ശക്തി തടയാൻ ശ്രമിക്കുന്നതായിരിക്കും. ശരിയാ, ഇവര് നന്നാവുന്നത് വരെ, കുഞ്ഞിന്റെ കാര്യത്തിൽ ഇവരുടെ ചിന്താഗതികൾ മാറുന്നത് വരെ ഇവർക്ക് ഈ ടോർച്ചർ ചെയ്യുന്ന രക്ഷയില്ല. ഇനിയെങ്കിലും നന്നായി നിങ്ങൾക്ക് കൊള്ളാം. എന്ത് പറ്റിയതാണോ? ആരും വാതുറന്നൊന്നും പറയുന്നില്ലല്ലോ. അതെന്തെങ്കിലും ആവട്ടെ അജേട്ടാ. ആദ്യമായിട്ടാ ഞാൻ ഇവരുടെ കണ്ണുകളിൽ പേടി കാണുന്നേ. ആ പേടി ഒരു മാറ്റത്തിന്റെ സൂചനയാ. നന്നായിക്കോളും. ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പ്രായച്ചിത്തായത് ഊർമിളെ. ഇവിടുന്ന് താഴേക്ക് ചാടിയ സ്വസ്ഥമായിട്ട് നിന്റെ ജീവൻ പൊയ്ക്കോളും. അതോടെ എന്റെ ഈ കുടുംബം സമാധാനത്തോടെ ജീവിച്ചോളും. മരുമോളല്ലേ, ക്ഷമിച്ചേക്കാന്നാ ഞാൻ കരുതിയേ. പക്ഷേ ഒന്നല്ല രണ്ടല്ല, നീ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് അന്ത്യമില്ല.
സ്നേഹിച്ച് കല്യാണം കഴിച്ച് കാല് വയ്യാണ്ടായപ്പോ എന്റെ കുഞ്ഞിനെ നീ പട്ടിയെപ്പോലെ വട്ടുതട്ടി. അതാണ് നീ ചെയ്ത ആദ്യത്തെ തെറ്റ്. ദേവന്റെ ഭാര്യയായി കയറി വന്ന വൈദേഹിയുടെ വയറ്റിലെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചു. അത് ക്ഷമിക്കാനാവാത്ത തെറ്റാണ്. ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ദുർമാർഗികൾക്കൊപ്പം ചേർന്നു. അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ്. ഇങ്ങനെ നീ ചെയ്ത തെറ്റുകൾ എണ്ണാൻ തുടങ്ങിയ അതിന് കൈവിരലുകൾ മതിയാവില്ല. എഴുതി എഴുതി ഒരു വലിയ പുസ്തകം തന്നെ തീരും. അതുകൊണ്ടാണ് നിന്നെ ഈ കുടുംബത്തിലെ മരുമോൾ എന്ന സ്ഥാനത്ത് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത്. നീ മരിക്കണം. സോഫയാണോ? സോഫ. ഓ ഭഗവാനെ, അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ? ഇതെല്ലാം സ്വപ്നമായിരുന്നല്ലേ? ഞാൻ മരിച്ചില്ല അല്ലേ? ഭഗവാനെ, രക്ഷപ്പെട്ടല്ലോ. എന്നാലും റിലാക്സ് ആവാൻ സമയമായിട്ടില്ല. ഇതുവരെ സ്വപ്നമല്ല, നടക്കാനിരിക്കുന്നത് വല്യച്ഛൻ തന്നെ കൺമുമ്പിൽ കാണിച്ചു തന്നതാവാനാ സാധ്യത. ചെറിയമ്മയും വരണം തെറ്റ് മനസ്സിലാക്കി അവര് ചെയ്ത കുറ്റങ്ങൾ സമ്മതിക്കാതിരുന്ന എനിക്ക് ശിക്ഷ കിട്ടുമെന്നാ തോന്നുന്നത്. എന്റെ അമ്മ, എനിക്ക് ഇങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ടായേ. അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ പറ്റൂ. ഇങ്ങനെ ജീവനും കൈ പിടിച്ച് എനിക്ക് ജീവിക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് സത്യം പറയിപ്പിച്ച് അമ്മയുടെയും എന്തോമ്മയുടെയും കാല് പിടിച്ച് കേടപേക്ഷിക്കണം. ഇവരെല്ലാരും എവിടെയാണാവോ? അങ്ങനെ വഴിക്ക് വാ ഊർമിളെ. നീ വിചാരിക്കുന്ന പോലെ അവരൊന്നും സമ്മതിക്കില്ല. നീ വേണം അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. ഇത് വല്യച്ഛനാണോ ഊർമിളയാണോ? നീ എന്താ ഈ പറയുന്നത് വരണേ? വല്യച്ഛൻ എങ്ങനെ വരാനാ? ഞാൻ ഹോളിലല്ലേ നിൽക്കുന്നത്. എന്ത്? നീ ഹോളിൽ നിക്കുവാണെന്നോ? അല്ലല്ലോ, ഇപ്പൊ നീ ഞങ്ങളുടെ ബെഡ്റൂമിലുള്ള. അപ്പോ ദാസേട്ടൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കും. ആണോ ഊർമിളെ? എവിടെയാ വല്യച്ഛ? ഇനി ആരുടെ ദേഹത്താ കയറാൻ പോകുന്നേ? എന്താ ചെയ്യാൻ ഉദ്ദേശം? ഈ ടെൻഷൻ കാരണം ഞാൻ മരിച്ചു പോകും തോന്നുന്നു. വെറും തോന്നലല്ല, ശരിക്കും മരിക്കാൻ പോവാ. നിങ്ങൾ തെറ്റ് സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ ആരും ജീവനോടെ ഉണ്ടാവില്ല. വല്യച്ഛന്റെ ആത്മാവ് നമ്മളെ 3 പേരെയും കൊന്നുകളയും. അത് ശരി, ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ? അതെ വരും. എനിക്ക് കണ്ണ് കാണുന്നില്ലെങ്കിലും നടക്കാനിരിക്കുന്നത് കൺമുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സത്യം സമ്മതിക്കും. ചെയ്ത തെറ്റ് ഏറ്റു പറയേ. അവര് ക്ഷമിക്കുകയാണെ വലിയ കാര്യല്ലേ? ക്ഷമിക്കുന്നത് ഏത് വകുപ്പിലാ? അവര് നമ്മളെ കൊല്ലും. ആത്മാവായി വല്യച്ഛന്റെ കൂടെ ഇങ്ങനെ പറന്ന് നടക്കാനേ ഉള്ളൂ. അതെ ഊർമിളെ, വല്യച്ഛനെ ശാന്തിയും ഞങ്ങളാ കൊന്നെന്നെങ്ങാനും പറഞ്ഞ അതോടെ ഞങ്ങളെ കൊന്നുകളയും. പറയാതിരുന്ന വല്യച്ഛന്റെ ആത്മാവ് നമ്മളെ വിടില്ല. നമുക്ക് വേറെ ഒരു വഴിയില്ല. ഞങ്ങളില്ല ഊർമിളെ. വല്ലതും നടക്കുമെന്ന് ചിന്തിച്ച് മനഃപൂർവ്വം ചെന്ന് കയറെടുത്ത് കഴുത്തെ കെട്ടണം. പറയാതിരുന്ന കയറില്ലാതെ തൂങ്ങേണ്ടി വരും. വല്യച്ഛന്റെ ആത്മാവ് കയറി നമ്മൾ പരസ്പരം കയറ് മുറുക്കി ചാകേണ്ടി വരും. ഒരിക്കൽ അങ്ങനെ സംഭവിച്ചത് മറന്നുപോയോ? ഈ ടെൻഷനുമായിട്ട് എനിക്കിനി ജീവിക്കാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊക്കെ ചെയ്ത തെറ്റിന് ഞാൻ എന്തിനിങ്ങനെ അനുഭവിക്കണം? ഞാൻ ചെന്ന് സത്യമെല്ലാം പറയാൻ പോവാ. ഊർമിളെ, ഞാൻ ചെയ്ത് കൂട്ടിയ തെറ്റിന് എന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ അനുഭവിച്ചോളാം. ഊർമിളെ, പക്ഷേ വല്യച്ഛന്റെ ആത്മാവിന്റെ കയ്യിൽ കിടന്ന് ഇങ്ങനെ പെടാൻ എനിക്കാവില്ല. ഈ നരകം എനിക്കിനി വേണ്ട. ഞാൻ സത്യം പറയാൻ പോവാ. കരയുന്ന വീട് വരട്ടെ. ഞങ്ങൾ പറയുന്ന കേക്ക്. ഊർമിളെ, പറയരുത് പ്ലീസ് ചെറിയമ്മേ, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് പറഞ്ഞേ പറ്റൂ. അല്ല, അവൾക്ക് കണ്ണു കാണില്ലല്ലോ, പിന്നെ എങ്ങനെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇറങ്ങിപ്പോയി? ഊർമിളെ, എല്ലാം കഴിഞ്ഞടാ, നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മളെങ്ങനെ രക്ഷപ്പെടും? അവരെങ്ങനെ സത്യം മനസ്സിലാക്കിയ നമ്മളെ ഈ മുറിയിൽ തന്നെ അവര് സമാധിയാക്കി കളയും. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ഊർമിളെ,
ഊർമിളെ കഥ തുറക്ക്. ഊർമിളെ ആരെങ്കിലും ഈ വാതിലൊന്ന് തുറക്ക്. ഊർമിളെ. അവര് 3 പേരിങ്ങനെ തമ്മിൽ തല്ലുന്നത്, സുഹാസിനി ചെറിയമ്മ സ്വയം കഴുത്തിൽ കത്തിവെച്ചത്, ഇതെല്ലാം കാണുമ്പോ അവര് പേടിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിന് പിന്നിൽ എന്തോ ശക്തമായ കാരണം ഉണ്ടെന്ന് തന്നെയാ തോന്നുന്നത്. അതെന്താന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് ശരിയാ വൈദേഹി. ഏതോ ഒരു ശക്തി അവരെ എപ്പോഴും പേടിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാണെങ്കിലും അവരുടെ ഈ കോപ്രായങ്ങളൊക്കെ കാണുമ്പോ ശരിക്കും ഏതോ ഒരു ശക്തി അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. അതാരായിരിക്കും ദേവേട്ട? അതാരാവാനും സാധ്യതയുണ്ട്. നമ്മുടെ കുഞ്ഞ് നിന്നോട് സംസാരിക്കുന്ന സ്വപ്നത്തിൽ